നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വർക്കാടിയിൽ അമ്മയെ മകൻ തീ കൊളുത്തി കൊന്ന സംഭവത്തിൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്ത്. പ്രതിയെ കൃത്യത്തിലേക്ക് നയിച്ചത് വീടും സ്ഥലവും പണയം വയ്ക്കുവാൻ സമ്മതിക്കാത്തതിന്റെ വൈരാഗ്യം. കാസർഗോഡ് CPM ബ്രാഞ്ച് സെക്രട്ടറിയും മുൻ ബ്രാഞ്ച് സെക്രട്ടറിയും കോൺഗ്രസിൽ ചേർന്നു. നജിമുള്ള ഷേണി, സിദ്ദിഖ് ഷേണി എന്നിവരാണ് കോൺഗ്രസിൽ ചേർന്നത്. സംയുക്ത ട്രേഡ് യൂണിയൻ വടക്കൻ മേഖലാ ജാഥയ്ക്ക് കാസർഗോഡ് നിന്നും തുടക്കമായി. AITUC സംസ്ഥാന സെക്രട്ടറി KP രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. നാട്ടി കാർഷികോത്സവം ജൂൺ 28, 29 തീയതികളിലായി മുതിയക്കൽ പാടത്ത് നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായി. മഞ്ചേശ്വരത്ത് വിനോദസഞ്ചാരികൾക്കായി നിർമ്മിക്കുന്ന വിശ്രമ കേന്ദ്രം കടലെടുത്തു. വെള്ളത്തിലായത് 1,15,00,000 രൂപ മുതൽ മുടക്കിലുള്ള പദ്ധതി. കേരള പ്രിന്റേഴ്സ് അസോസിയേഷൻ റൂബി ജൂബിലി ജില്ലാ സമ്മേളനം ഞായറാഴ്ച കാസർഗോഡ് നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായി. വാർത്തകൾ വിശദമായി. വർക്കാടിയിൽ അമ്മയെ മകൻ തീ കൊളുത്തി കൊന്ന സംഭവത്തിൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്ത്. മെൽവിൻ മൊന്തേരോയെ കൃത്യത്തിലേക്ക് നയിച്ചത് വിവാഹം കഴിക്കുവാൻ അമ്മ ഹിൽഡ വീടും സ്ഥലവും പണയം വയ്ക്കുവാൻ സമ്മതിക്കാത്തതിന്റെ വൈരാഗ്യം. ബന്ധുയുവതി ലോലിറ്റയെ തീ കൊളുത്തിയത് തന്റെ ആവശ്യത്തിന് അമ്മയോടൊപ്പം ചേർന്ന് തടസ്സം നിൽക്കുന്നുവെന്ന സംശയത്തിൽ കൊലപാതകത്തിന്റെയും കൊലപാതക ശ്രമത്തിന്റെയും ചുരുളഴിയുന്നു. കഴിഞ്ഞ ദിവസമുണ്ടായ ഞെട്ടിപ്പിക്കുന്ന സംഭവത്തിന്റെ ആഘാതത്തിലാണ് വോർക്കാടി ഗ്രാമം. അമ്മ ഹിൽഡ മൊന്തേരോയെ മകൻ മെൽവിൻ മൊന്തേരോ തീ കൊളുത്തി കൊലപ്പെടുത്തുകയും അയൽവാസിയും ബന്ധുവുമായ യുവതി ലോലിറ്റയെ തീ കൊളുത്തി കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്ത അതിക്രൂരമായ സംഭവം ആർക്കും ഇനിയും ഉൾക്കൊള്ളാനായിട്ടില്ല. മെൽവിൻ മൊന്തേരോ അമ്മയെ കൊലപ്പെടുത്താനും ബന്ധുയുവതിയെ തീ കൊളുത്തി കൊലപ്പെടുത്തുവാനുമുണ്ടായ സാഹചര്യം എന്താണ് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം തേടിയുള്ള അന്വേഷണത്തിലാണ് പോലീസ്. സംഭവത്തിൽ അറസ്റ്റ് ചെയ്ത മെൽവിന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നേരത്തെ വിദേശത്തായിരുന്ന മെൽവിൻ മൊന്തേരോ നാട്ടിലെത്തി കൽപ്പണയിൽ മിഷൻ ഓപ്പറേറ്ററായി ജോലി ചെയ്തു വരികയായിരുന്നു. തിരിച്ച് വിദേശത്തേക്ക് പോകുവാനും വിവാഹം കഴിക്കുവാനും പണം ആവശ്യമുള്ളതിനാൽ വീടും സ്ഥലവും പണയം വയ്ക്കുവാൻ ഇയാൾ മാതാവ് ഹിൽഡയോട് നിരന്തരം ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ താമസ സ്ഥലം പണയം വയ്ക്കുവാൻ ഹിൽഡയ്ക്ക് സമ്മതമുണ്ടായിരുന്നില്ല. ഇതേ ചൊല്ലി ഇവർ തമ്മിൽ പ്രശ്നങ്ങളുണ്ടാകുന്നത് പതിവായിരുന്നു. ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസം രാത്രി പ്രശ്നമുണ്ടാവുകയും മെൽവിൻ മാതാവിനെ മർദ്ദിക്കുകയും ചെയ്തു. തലയടിച്ച് വീണ മാതാവിനെ പിന്നീട് തീ കൊളുത്തുകയും കൊലപ്പെടുത്തുകയുമായിരുന്നു. ബന്ധുയുവതി ലോലിറ്റയെ തീ കൊളുത്തിയത് തന്റെ ആവശ്യത്തിന് അമ്മയോടൊപ്പം ചേർന്ന് തടസ്സം നിൽക്കുന്നുവെന്ന സംശയത്തിലാണെന്നും മെൽവിൻ പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നു. മെൽവിന്റെ ഈ മൊഴി പൂർണ്ണമായും പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല. നിലവിൽ ദേർലക്കട്ടയിൽ സ്വകാര്യ ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ കഴിയുന്ന ലോലിറ്റയുടെ മൊഴി കൂടി രേഖപ്പെടുത്തും. ഇതിനുശേഷം മാത്രമേ സംഭവത്തിന്റെ യഥാർത്ഥ വസ്തുത പുറത്തുവരികയുള്ളൂവെന്ന് പോലീസ് വ്യക്തമാക്കി. തിങ്കളാഴ്ച മെൽവിനെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങുകയും സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തുകയും ചെയ്യും. ശാസ്ത്രീയ തെളിവുകൾ ഉൾപ്പെടെ ശേഖരിച്ചാണ് കേസിൽ അന്വേഷണം പുരോഗമിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് CPM ബ്രാഞ്ച് സെക്രട്ടറിയും മുൻ ബ്രാഞ്ച് സെക്രട്ടറിയും പാർട്ടി വിട്ട് കോൺഗ്രസിൽ ചേർന്നു. ഷേണി ബ്രാഞ്ച് സെക്രട്ടറി നജിമുള്ള ഷേണിയും മുൻ ബ്രാഞ്ച് സെക്രട്ടറി സിദ്ദിഖ് ഷേണിയുമാണ് കോൺഗ്രസിൽ ചേർന്നത്. കോൺഗ്രസ് ജില്ലാ ആസ്ഥാനത്ത് വെച്ച് ഇവരെ പാർട്ടിയിലേക്ക് സ്വീകരിച്ചു. എൻമകജി പഞ്ചായത്തിൽ ഷേണിയിലെ നിലവിലുള്ള ബ്രാഞ്ച് സെക്രട്ടറിയും ഫാമേഴ്സ് വെൽഫെയർ സൊസൈറ്റി ബോർഡ് മെമ്പറും കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ എൻമകജി പഞ്ചായത്ത് പ്രസിഡന്റും DCC ജനറൽ സെക്രട്ടറിയുമായ സോമശേഖര ഷേണിയുടെ എതിർ സ്ഥാനാർത്ഥിയുമായിരുന്ന നജീമുള്ള ഷേണിയും മുൻ ബ്രാഞ്ച് സെക്രട്ടറി സിദ്ദിഖ് ഷേണിയും പാർട്ടി വിട്ട് കോൺഗ്രസിൽ ചേർന്നു. വിദ്യാനഗറിലെ DCC ഓഫീസിൽ വെച്ച് KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സോണി സെബാസ്റ്റ്യൻ, DCC പ്രസിഡന്റ് PK ഫൈസൽ എന്നിവർ ഷാൾ അണിയിച്ച് രണ്ടുപേരെയും പാർട്ടിയിലേക്ക് സ്വീകരിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടിക്ക് മാത്രമേ ജനാധിപത്യവും മതേതരത്വവും സംരക്ഷിച്ച് മുമ്പോട്ട് പോകാൻ സാധിക്കൂ എന്നുള്ള ഉത്തമ ബോധ്യം കൊണ്ട് തന്നെയാണ് ഇപ്പോൾ വീണ്ടും ഈയിടെ മംഗൽപാടിയിൽ നിന്ന് വന്നു. ഇപ്പം എൻമകജ പഞ്ചായത്തിൽ നിന്ന് DYFIയുടെയും CPMന്റെയും സമന്വിതരായ 2 നേതാക്കളാണ് ഇപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ಪಾರ್ಟಿയിലേക്ക് വരുന്നത്. ಎನ್ಮಗಜ ಮಂಡಲದಲ್ಲಿ ಶೇನಿಯ ಶ್ರೀ ನಜೀಬುಲ್ಲಾ ಶೇನಿ, ಅದೇ ರೀತಿ ಸಿದ್ದಿಕ್ ಶೇನಿ ಇವರಿಬ್ಬರು CPM ಪಕ್ಷ ಬಿಟ್ಟು ಇವತ್ತು ನಮ್ಮ ಕಾಂಗ್ರೆಸ್ ಪಕ್ಷ ಸೇರಿರುತ್ತಾರೆ. CPMನ ಈ ನಯಗಳಿಂದ ಬೇಸತ್ತು ನಮ್ಮ ಈಗಾಗಲೇ ಮತೇತರ ಪಕ್ಷ ಬೇಕು, ಅದು ಇಂಡಿಯಾದ ಅಖಂಡತೆಯನ್ನು
ಸಂರಕ್ಷಿಸಲಿಕ್ಕೆ ಇಂಡಿಯನ್ ನ್ಯಾಷನಲ್ ಕಾಂಗ್ರೆಸ್ಸಿಂದ ಮಾತ್ರ ಸಾಧ್ಯ ಎಂಬ ಒಂದು ತೀರ್ಮಾನವನ್ನು ತೆಗೆದುಕೊಂಡು ನಮ್ಮ ಪಕ್ಷಕ್ಕೆ ಬಂದಿರುತ್ತಾರೆ. ಅವರಿಗೆ ಇಂಡಿಯನ್ ನ್ಯಾಷನಲ್ ಕಾಂಗ್ರೆಸ್ನ ನಮ್ಮ ಈ ಪಕ್ಷಕ್ಕೆ ನಾವು ಸ್ವಾಗತಿಸ್ತಾ ಇದ್ದೇವೆ. ചടങ്ങിൽ നേതാക്കളായ സേവാദൾ സംസ്ഥാന ചെയർമാൻ രമേശൻ കരുവാച്ചേരി, പി എ അഷ്റഫ് അലി, അഡ്വക്കേറ്റ് എ ഗോവിന്ദൻ നായർ, സോമശേഖര ശേണി, സി വി ജെയിംസ്, എം കുഞ്ഞമ്പു നമ്പ്യാർ, കെ ഖാലിദ്, ആർ ഗംഗാധരൻ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ദേശീയ പണിമുടക്കിന്റെ പ്രചരണാർത്ഥം സംഘടിപ്പിക്കുന്ന വടക്കൻ മേഖലാ ജാഥയ്ക്ക് കാസർഗോട്ട് നിന്നും തുടക്കമായി. AITUC സംസ്ഥാന സെക്രട്ടറി KP രാജേന്ദ്രൻ ജാഥ ക്യാപ്റ്റൻ KN ഗോപിനാഥിന് പതാക കൈമാറി ഉദ്ഘാടനം നിർവഹിച്ചു. തൊഴിലാളി വിരുദ്ധമായ ലേബർ കോഡുകൾ പിൻവലിക്കുക, വിലക്കയറ്റം തടയുക, എല്ലാ സംഘടിത കരാർ തൊഴിലാളികൾക്കും സ്കീം വർക്കർമാർക്കും പ്രതിമാസം 20,000 രൂപ മിനിമം വേതനം നിശ്ചയിക്കുക, പൊതുമേഖലാ ഓഹരി വിൽപ്പന അവസാനിപ്പിക്കുക, സ്കീം വർക്കർമാരെ തൊഴിലാളികളായി അംഗീകരിക്കുക, ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജൂലൈ 9 സംയുക്ത ട്രേഡ് യൂണിയൻ നേതൃത്വത്തിൽ നടക്കുന്ന ദേശീയ പണിമുടക്കിന്റെ പ്രചരണാർത്ഥം സംഘടിപ്പിക്കുന്ന വടക്കൻ മേഖലാ ജാഥയ്ക്ക് കാസർഗോഡ് നിന്നും തുടക്കമായി. പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ച് AITUC സംസ്ഥാന സെക്രട്ടറി KP രാജേന്ദ്രൻ ജാഥ ക്യാപ്റ്റൻ KN ഗോപിനാഥിന് പതാക കൈമാറി ഉദ്ഘാടനം നിർവഹിച്ചു. ഈ കഴിഞ്ഞ 11 വർഷമായി അധികാരത്തിലിരിക്കുന്ന കേന്ദ്ര സർക്കാർ, നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ ഒരു ശത്രുവിനെ എങ്ങനെ നേരിടും? ശത്രുക്കളായിട്ടാണ് തൊഴിലാളികളെ കാണുന്നത്. തൊഴിലാളികൾ ഒരു ശത്രുക്കളാണ് എന്ന രീതിയിൽ അവരെ കൈകാര്യം ചെയ്യാൻ, അവരുടെ പ്രസ്ഥാനങ്ങളെ കൈകാര്യം ചെയ്യാൻ, അവരുടെ അവകാശങ്ങൾ ചവിട്ടി മരിക്കാൻ ഏതൊക്കെ വിധത്തിൽ ഒരു ഗവൺമെൻറ് പരിശ്രമിക്കുന്നു, അതിൻ്റെ ഒരു അന്തിമ രൂപത്തിൽ എന്ന് പറയുന്ന പോലെയാണ് രാജ്യം ഭരിക്കുന്ന ഗവൺമെൻറ് നിലനിൽക്കുന്നത്. AITUC ജില്ലാ ജനറൽ സെക്രട്ടറി T കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സംഘാടക സമിതി കൺവീനറും CITU ജില്ലാ സെക്രട്ടറിയുമായ K രവീന്ദ്രൻ സ്വാഗതം പറഞ്ഞു. CITU ജില്ലാ ജനറൽ സെക്രട്ടറി സാബു എബ്രഹാം, പ്രസിഡന്റ് P മണിമോഹൻ, ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ, CMA ജലീൽ, ഹനീഫ് കടപ്പുറം, ഉദിനൂർ സുകുമാരൻ, B ശോഭ എന്നിവർ സംസാരിച്ചു. വെള്ളിയാഴ്ച ഉദുമ, കാഞ്ഞങ്ങാട്, ചെറുവത്തൂർ എന്നിവിടങ്ങളിൽ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി ജാഥ കണ്ണൂർ ജില്ലയിലേക്ക് പ്രവേശിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ലോക ലഹരി വിരുദ്ധ ദിനത്തിൽ മൊഗ്രാൽ ദേശീയവേദിയുടെ ആഭിമുഖ്യത്തിൽ ആരോഗ്യമാണ് ലഹരി എന്ന സന്ദേശമുയർത്തി സായാഹ്ന സവാരി സംഘടിപ്പിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി കുമ്പള യൂണിറ്റ് ജനറൽ സെക്രട്ടറി സത്താർ ആരിക്കാടി ഫ്ളാഗ് ഓഫ് ചെയ്ത് ഉദ്ഘാടനം നിർവഹിച്ചു. ലഹരി വിരുദ്ധ മൊഗ്രാലിനായി ദേശീയവേദിയുടെ കരുതലെന്ന സന്ദേശമുയർത്തി ലോക ലഹരി വിരുദ്ധ ദിനത്തിൽ മൊഗ്രാൽ ദേശീയവേദിയുടെ ആഭിമുഖ്യത്തിൽ മൊഗ്രാലിൽ തീരദേശ റോഡിലൂടെ സായാഹ്ന സവാരി സംഘടിപ്പിച്ചു. തുടർന്ന് നാഗി കടപ്പുറത്ത് ലഹരി വിരുദ്ധ പ്രതിജ്ഞയും എടുത്തു. സായാഹ്ന സവാരി മൊഗ്രാൽ കൊപ്പളത്ത് വെച്ച് വ്യാപാരി വ്യവസായി ഏകോപന സമിതി കുമ്പള യൂണിറ്റ് ജനറൽ സെക്രട്ടറി സത്താർ ആരിക്കാടി ഫ്ളാഗ് ഓഫ് ചെയ്ത് ഉദ്ഘാടനം നിർവഹിച്ചു. ദേശീയവേദി ആക്ടിംഗ് പ്രസിഡന്റ് MA അബൂബക്കർ സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു. ട്രഷറർ PM മുഹമ്മദ് കുഞ്ഞി സ്വാഗതം പറഞ്ഞു. ജനറൽ സെക്രട്ടറി MM മൂസ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ദേശീയവേദി വൈസ് പ്രസിഡന്റ് മുഹമ്മദ് അബ്കോ, ജോയിന്റ് സെക്രട്ടറിമാരായ BA മുഹമ്മദ് കുഞ്ഞി, മുഹമ്മദ് അഷ്റഫ് സാഹിബ്, അഷ്റഫ് പെർവാഡ്, ലത്തീഫ് കൊപ്പളം, അറബി കൊപ്പളം, TP അനീസ്, ഖാദർ മൊഗ്രാൽ, വിജയകുമാർ, സിദ്ദിഖ് റഹ്മാൻ, HM കരീം, BK അൻവർ കൊപ്പളം, മുഹമ്മദ് മൊഗ്രാൽ, സിദ്ദിഖ് BA, TK ജാഫർ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഒക്ടേവ് മ്യൂസിക് ക്ലബ്, കാസർഗോഡ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ സംഗീതമേ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം ഉദ്ഘാടനം ചെയ്തു. പൊതുവിദ്യാലയങ്ങളിൽ പഠിപ്പിക്കുന്ന സംഗീത അഭിരുചിയുള്ള അധ്യാപകരുടെ കൂട്ടായ്മയായ ഒക്ടേവ് മ്യൂസിക് ക്ലബ് ആഭിമുഖ്യത്തിൽ കാസർഗോഡ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ സഹകരണത്തോടെ കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ സംഗീതമേ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു.
ക്ലബ് അംഗം ബിന്ദു MP രചിച്ച് ഒക്ടാവ് രക്ഷാധികാരിയായ സംഗീതരത്നം ഡോക്ടർ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ മാസ്റ്റർ സംഗീതം നൽകിയ ഗാനം 36 പേരടങ്ങുന്ന ഗായക സംഘം ആലപിച്ചുകൊണ്ട് പരിപാടിക്ക് തുടക്കം കുറിച്ചു. മുനിസിപ്പൽ ചെയർമാൻ അബ്ബാസ് ബീഗം ഉദ്ഘാടനം ചെയ്തു. നിയമങ്ങൾ നമുക്ക് കുറച്ച് കർശനമാക്കേണ്ടതായിട്ടുണ്ട്. നിയമങ്ങളിൽ ചില രക്ഷപ്പെടുവാനുള്ള പഴുതുകൾ ഇവിടെയുണ്ട്. ആ പഴുതുകളൊക്കെ വെച്ചുകൊണ്ട് ഓരോ ആളുകളെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കപ്പെടുമ്പോൾ, ആ രക്ഷപ്പെടുന്ന പഴുതുകളിൽ കൂടി അവർ രക്ഷപ്പെടുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മുടെ മക്കളെയാണ്, നമ്മുടെ കുട്ടികളെയാണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയും. ഇവിടെ നിയമങ്ങൾ നമ്മൾ കുറച്ചും കൂടി ശക്തമാക്കേണ്ടതായിട്ടുണ്ട്. ചടങ്ങിൽ ഒക്ടേവ് മ്യൂസിക് ക്ലബ് പ്രസിഡന്റ് KP ലക്ഷ്മണൻ അധ്യക്ഷത വഹിച്ചു. കാസർഗോഡ് വിദ്യാഭ്യാസ ഉപഡയറക്ടർ T മധുസൂദനൻ, സംഗീതരത്നം കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു. പ്രിൻസിപ്പൽ PK സുനിൽകുമാർ, സ്കൂൾ HM A ഉഷ, ജില്ലാ സോഷ്യൽ പോലീസിംഗ് ഡിവിഷൻ ജില്ലാ കോർഡിനേറ്റർ K രാമകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ഒക്ടേവ് മ്യൂസിക് ക്ലബ് അംഗം T മധു പ്രശാന്ത് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. തുടർന്ന് നാടകവീട് ചാലിങ്കൽ അവതരിപ്പിച്ച കുരുക്ക് നാടകവും അരങ്ങേറി. കുട്ടികളുടെ ഫ്ലാഷ് മോബ് നടന്നു. ഒക്ടേവ് മ്യൂസിക് ക്ലബ് സെക്രട്ടറി സ്മിത വേലങ്ങാട്ട് സ്വാഗതവും പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ രാജു M നെടുങ്കണ്ട നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെയും മൈൻഡ്വെയർ ക്ലിനിക്കിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനം ആഘോഷിച്ചു. IMA പ്രസിഡന്റ് ഡോക്ടർ ഹരികിരൺ ബംഗേര ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെയും മൈൻഡ്വെയർ ക്ലിനിക്കിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനം ആചരിച്ചു. യുവാക്കളെയും ഭാവി സമൂഹത്തെയും കേന്ദ്രീകരിച്ച് സംഘടിപ്പിച്ച പരിപാടിയിൽ മാലിക് ദിനാർ നഴ്സിംഗ് കോളേജിലെ BSc വിദ്യാർത്ഥികൾ പൊതുജന അവബോധ സന്ദേശങ്ങളുമായി സംഘടിപ്പിച്ച മോക്ക് ഡെമോൺസ്ട്രേഷൻ ശ്രദ്ധേയമായി. IMA പ്രസിഡന്റ് ഡോക്ടർ ഹരികിരൺ ബംഗേര ഉദ്ഘാടനം ചെയ്തു. അറിയാതെ തെറ്റ് ചെയ്താലേ അത് ഓക്കെ, അറിഞ്ഞിട്ട് തെറ്റ് ചെയ്യാൻ പാടില്ല. എല്ലാവർക്കും ഡ്രഗ്സ് ഞങ്ങൾ മാത്രമല്ല, ഞങ്ങളുടെ ഫാമിലി, ഞങ്ങളുടെ ഫ്രണ്ട്സ്, ഞങ്ങളുടെ കരിയർ, വിദ്യാഭ്യാസം, ഫ്യൂച്ചർ, എല്ലാ കാര്യങ്ങളും നശിക്കുന്ന എല്ലാവർക്കും അറിയാം. എന്നിട്ട് ഒരു ക്ഷണികമായ ഒരു ആഹ്ലാദക്ക് വേണ്ടിയിട്ട് താൻ ലഹരിൻ്റെ അടിമയായിട്ട് മാത്രമല്ല എന്നെ പോലെ വേറെ ഒരു 4 പേരാവണമെന്ന് പറയുന്ന ആ ചിന്താഗതി ഒരിക്കലും ശരിയല്ല. ഡോക്ടർ PMA നിഷാദ് പെർല അധ്യക്ഷത വഹിച്ചു. IMA വൈസ് പ്രസിഡന്റ് ഡോക്ടർ കാസിം, KS അബ്ദുള്ള, ആശുപത്രി മാനേജർ അൻവർ സാദത്ത്, ഡോക്ടർ ജോത്സ്ന, എൻമകജെ ഗ്രാമപഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് ഐഷ പെർല, AA മുഹമ്മദ് നുഹാൻ തുടങ്ങിയവർ സംസാരിച്ചു. അഭിജിത്ത് P സ്വാഗതവും ഹീന നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വനിതകളെ പരന്ന വായനയിലേക്ക് നയിക്കുന്നതിനായി വായനാ വാരാചരണ വേളയിൽ തൃക്കരിപ്പൂർ കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ ജെൻഡർ റിസോഴ്സ് സെന്റർ ഗ്രന്ഥശാല പ്രവർത്തനം ആരംഭിച്ചു. അക്ഷര കൊയ്ത്ത് പുസ്തക ചലഞ്ചിലൂടെ കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളിൽ നിന്നും 300-ൽ പരം പുസ്തകങ്ങൾ ഒറ്റ ദിവസം കൊണ്ടാണ് ഗ്രന്ഥാലയത്തിലേക്ക് എത്തിയത്. ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിൽ പ്രവർത്തനം ആരംഭിച്ച GRC ഗ്രന്ഥാലയത്തിലൂടെ വനിതകളുടെ വായനയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും വായിക്കാനൊരിടമൊരുക്കുക എന്നുമുള്ള ലക്ഷ്യങ്ങളാണുള്ളത്. അക്ഷരക്കൊയ്ത്ത് പുസ്തക ചലഞ്ചിലൂടെ പ്രമുഖ പ്രസാധകരുടേതുൾപ്പെടെ വ്യത്യസ്ത ശാഖകളിലുള്ള 300-ലധികം പുസ്തകങ്ങളാണ് ഗ്രന്ഥാലയത്തിന് കൈമാറിയത്. വായനാ വാരാചരണ ഭാഗമായി ക്വിസ് മത്സരവും നടന്നു. പഞ്ചായത്ത് CH ടൗൺ ഹാളിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ ഉദ്ഘാടനം ചെയ്തു. ഒരു മോഡൽ നല്ല ഒരു ലൈബ്രറി സംവിധാനം ഉണ്ടാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി അതിനാവശ്യമായ സൗകര്യങ്ങൾ പഞ്ചായത്ത് ചെയ്തു കൊടുത്തുകൊണ്ട് പുസ്തകങ്ങൾ കളക്ട് ചെയ്യുക. അത് ഏറ്റുവാങ്ങാൻ ഫായിസും അതുപോലെ കുടുംബശ്രീയുടെ ആളുകളൊക്കെ ഇവിടെ ഉണ്ട്. കുടുംബശ്രീ CDS അധ്യക്ഷ M മാലതി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കുടുംബശ്രീ മെമ്പർ സെക്രട്ടറി P അരവിന്ദൻ, പഞ്ചായത്ത് അംഗങ്ങളായ ഫായിസ് ബീറിച്ചേരി, M ഷൈമ, KM ഫരീദ, GRC കമ്മ്യൂണിറ്റി കൗൺസിലർ C രജിത എന്നിവർ സംസാരിച്ചു. വായനാദിന ക്വിസ് മത്സരത്തിൽ 12-ാം വാർഡിലെ KV വിദ്യ 1-ാം സ്ഥാനം നേടി. 2-ാം വാർഡിലെ വീണ പ്രിജിത്ത് 2-ാം സ്ഥാനവും നേടി. വിജയികൾക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ സമ്മാനദാനം നിർവഹിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.
മഞ്ചേശ്വരത്ത് 1,15 ലക്ഷം രൂപ മുടക്കി വിനോദസഞ്ചാരികൾക്കായി നിർമ്മിക്കുന്ന വിശ്രമ കേന്ദ്രം കടലെടുത്തു. തീരത്ത് കടൽക്ഷോഭം രൂക്ഷമായിരുന്നു. കഴിഞ്ഞ ദിവസം കെട്ടിടത്തിന്റെ 1/4 ഭാഗവും കടലെടുക്കുകയായിരുന്നു. മഞ്ചേശ്വരത്ത് വിനോദസഞ്ചാരികൾക്കായി നിർമ്മിക്കുന്ന വിശ്രമ കേന്ദ്രം കടലെടുത്തു. ഇതിനായി ചിലവഴിച്ച തുക കടലിൽ കലക്കിയതുപോലെയായിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമുണ്ടായ കടൽക്ഷോഭത്തിൽ കെട്ടിടത്തിന്റെ 1/4 ഭാഗവും കടലെടുക്കുകയായിരുന്നു. ഇനിയും കടൽക്ഷോഭമുണ്ടായാൽ കെട്ടിടം പൂർണ്ണമായും നഷ്ടമാകുമെന്ന ആശങ്കയുമുണ്ട്. സർക്കാർ 1,15 ലക്ഷം രൂപ മുതൽ മുടക്കിയാണ് മഞ്ചേശ്വരം കണ്ണുതീർത്ത കടൽ തീരത്ത് വിനോദസഞ്ചാരികൾക്ക് വേണ്ടി വിശ്രമ കേന്ദ്രം നിർമ്മിക്കുന്നത്. 2023 പണിയാരംഭിച്ച് വിശ്രമ കേന്ദ്രത്തിന്റെ പ്രവൃത്തി ചില തടസ്സങ്ങൾ കാരണം നീണ്ടുപോയതെന്നാണ് പറയുന്നത്. ഉള്ളിലുണ്ട മാത്രം ഔത്തുണ്ട അതിൽ അപ്പുറത്തെ കിടത്തുണ്ട മാത്രം ഡോർ നമ്പർ നിൽക്കിട്ടു അവരൊക്കെ പെർമിഷൻ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ಕೆಲವർക്ക് അത്ര ജാഗയില്ല. അവർക്ക് ഞങ്ങൾ ഫിഷർമാൻ്റെ എൻ്റെ ഒരു 2 പുരക്കെട്ടിട്ട് അതിൽ ടെമ്പററി ഡോർ നമ്പർ കൊടുത്തു കൊമേഴ്ഷ്യൽ ലൈനുള്ളായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഈ റോഡിൻ്റെ പടിഞ്ഞാറ് കടലിൻ്റെ ഇത്ര കരയുന്നു ഇത്ര നല്ല പാർക്കാക്കിയിട്ട് ഇപ്പോൾ നമ്മൾ പാറ്റി പാർക്ക് പോയി കഴിഞ്ഞു. ഇപ്പോഴും കടൽ കുറഞ്ഞുകൊണ്ടുണ്ട്. ഇപ്പോൾ കണ്ടെയ്നർ ജനുവരി 2 കണ്ടെയ്നർ വീട്ടു. ഇപ്പോൾ ഈ 2 പുര പോലെ ആക്കിയിട്ട് ആ പുരേൻ്റെ പായത്തിട്ടും കടൽ വന്നു കടൽ തച്ചുകൊണ്ടുണ്ട്. 60% കെട്ടിടത്തിന്റെ പണി പൂർത്തിയായതായിരുന്നു. 89 ലക്ഷം രൂപയാണ് കെട്ടിടത്തിന്റെ ആകെ ചിലവ്. ബാക്കി നികുതിയാണ്. മഞ്ചേശ്വരത്തിന്റെ വികസനത്തിൽ നാഴികക്കല്ലാവുമായിരുന്ന പദ്ധതിയാണിത്. എന്നാൽ കെട്ടിടം കടലെടുത്തതോടെ ഇനി എന്ത് നടപടി സ്വീകരിക്കുമെന്നുള്ള കാര്യത്തിൽ അധികൃതർ വ്യക്തത വരുത്തിയിട്ടില്ല. അബ്ദുറഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. അടിയന്തരാവസ്ഥയ്ക്കെതിരായ പോരാട്ടത്തിന് നേതൃത്വം നൽകിയതും മർദ്ദനം ഏറ്റുവാങ്ങിയതും ത്യാഗം സഹിച്ചതും ഏറെയും സോഷ്യലിസ്റ്റുകളായിരുന്നുവെന്ന് RJD ദേശീയ സമിതി അംഗവും സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ സലീം മടവൂർ. RJD തൃക്കരിപ്പൂർ മണ്ഡലം കമ്മിറ്റി നടത്തിയ അടിയന്തരാവസ്ഥ വിരുദ്ധ ദിനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 1971 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ശ്രീമതി ഇന്ദിരാഗാന്ധി മത്സരിച്ചത് റായ്ബറേലി നിയോജക മണ്ഡലത്തിലാണ്. അവരുടെ ഓഫീസിൽ അവരുടെ സന്തത സഹചാരിയായിരുന്നു യശ്പാൽ കപൂർ എന്ന് പറയുന്ന ക്ലറിക്കൽ തസ്തികയിലുള്ള ഉദ്യോഗസ്ഥൻ. എല്ലാ തെരഞ്ഞെടുപ്പിലും യശ്പാൽ കപൂർ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുമ്പ് രാജിവെക്കും. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അദ്ദേഹത്തെ വീണ്ടും പഴയ തസ്തികയിൽ പുനഃസ്ഥാപിക്കും. തൃക്കരിപ്പൂർ KMK ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ മണ്ഡലം പ്രസിഡന്റ് PV തമ്പാൻ അധ്യക്ഷത വഹിച്ചു. RJD ജില്ലാ പ്രസിഡന്റ് VV കൃഷ്ണൻ, E ബാലകൃഷ്ണൻ, EV ഗണേശൻ, VV വിജയൻ, C ബാലകൃഷ്ണൻ, T അജിത, M മനു, K പവിത്രൻ, KV രഘുത്തമൻ, N പത്മനാഭൻ, VK ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. അടിയന്തരാവസ്ഥയിലെ സമരത്തിൽ പങ്കെടുത്ത P തമ്പാൻ നായർ, M കുഞ്ഞിക്കണ്ണൻ എന്നിവർ അവരുടെ ഓർമ്മകൾ പങ്കുവച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കാസർഗോഡ് അണങ്കൂരിലെ D&G ഫർണിച്ചർ ഇന്റീരിയർ ഷോറൂമിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ഗിവ് എവേയിൽ വിജയികളായവർക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. D&G ഫർണിച്ചർ ഇന്റീരിയർ മാനേജിംഗ് ഡയറക്ടർ അബ്ദുൽ ഖാദർ സമ്മാന വിതരണം നിർവഹിച്ചു. ദി കംപ്ലീറ്റ് ഫർണിച്ചർ ആൻഡ് ഇന്റീരിയർ ഷോറൂമായ D&G ഫർണിച്ചർ ഇന്റീരിയർ കഴിഞ്ഞ മെയ് 1 അണങ്കൂർ ഗോൾഡൻ ആർക്കേഡിൽ പ്രവർത്തനം ആരംഭിച്ചത്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നിരവധി ഓഫറുകളും ഗിവ് എവേ സമ്മാന പദ്ധതിയും ഒരുക്കിയിരുന്നു. ഈ ഗിവ് എവേ സമ്മാന പദ്ധതിയിൽ വിജയികളായവർക്കാണ് സമ്മാനങ്ങൾ വിതരണം ചെയ്തത്. 3000 പേരിൽ നിന്നും 6 പേരെയാണ് വിജയികളായി തിരഞ്ഞെടുത്തത്. D&G ഫർണിച്ചർ ഇന്റീരിയർ മാനേജിംഗ് ഡയറക്ടർ അബ്ദുൽ ഖാദർ ഇവർക്കുള്ള സമ്മാന വിതരണം നടത്തി. ഏകദേശം 3000-ഓളം ആൾക്കാർ ഗിവേയിൽ പങ്കെടുത്തു. അതിലുള്ള വിന്നർമാരാണ് നമ്മുടെ ഈ മുമ്പിൽ ഇരിക്കുന്നത്, 6 ഭാഗ്യവാന്മാർ. അപ്പോൾ ആദ്യമായി നമ്മുടെ ഈ ഗിവ് പരിപാടിയിൽ പങ്കെടുത്തങ്ങൾക്ക് നന്ദി അറിയിക്കുന്നു. ഒപ്പം ഇതുപോലെ നമ്മുടെ സോഷ്യൽ മീഡിയകളിലും അല്ലാതെയുള്ള എല്ലാ പ്രോഗ്രാമുകളിലും പാർട്ടിസിപ്പേറ്റ് ചെയ്ത് നിങ്ങൾ ഞങ്ങളോട് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നതോടൊപ്പം വിജയികൾക്ക് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. D&G ഫർണിച്ചർ ഇന്റീരിയർ പാർട്ട്ണർമാരായ മൻസൂർ, നിസാം, അഫ്സൽ, സലീം എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.
പുലരി അരവത്തിന്റെ നേതൃത്വത്തിൽ ഉദുമ ഗ്രാമപഞ്ചായത്ത് ജൈവ വൈവിധ്യ പരിപാലന സമിതിയുമായി ചേർന്ന് സംഘടിപ്പിക്കുന്ന നാട്ടി കാർഷികോത്സവം 28-29 തീയതികളിലായി നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പുലരി അരവത്തിന്റെ നേതൃത്വത്തിൽ ഉദുമ ഗ്രാമപഞ്ചായത്ത് ജൈവ വൈവിധ്യ പരിപാലന സമിതിയുമായി ചേർന്ന് സംഘടിപ്പിക്കുന്ന നാട്ടി കാർഷികോത്സവം ജൂൺ 28-29 തീയതികളിലായി ഉദുമ ഗ്രാമപഞ്ചായത്തിലെ മുതിയക്കാൽ പാടശേഖരത്തിലെ അരവത്ത് മുക്കുണ്ട് വയൽ കേന്ദ്രീകരിച്ച് നടക്കും. ജില്ലയിലെ 10ഓളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ 500ഓളം കുട്ടികൾക്ക് നെൽകൃഷിയുടെ അടിസ്ഥാന പാഠങ്ങൾ പകർന്നു നൽകുന്ന കാർഷിക പാഠശാലയായാണ് ഇത്തവണ നാട്ടി നടത്തുന്നത് എന്ന് ഭാരവാഹികൾ അറിയിച്ചു. പരിപാടിയുടെ ഭാഗമായി ജൂൺ 28 ശനിയാഴ്ച ഉച്ചയ്ക്ക് 2:30 ചേററിവ് കാരണവർ കൂട്ടം സംഘടിപ്പിക്കുമെന്നും 29 ഞായറാഴ്ച രാവിലെ 9:30 നാട്ടിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം ഉദുമ MLA CH കുഞ്ഞമ്പു നിർവഹിക്കുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. പുതുക്കിയ സിലബസിലൊക്കെ തന്നെ കുട്ടികൾക്ക് കൃഷിയെക്കുറിച്ച് നല്ല രീതിയിൽ പാഠങ്ങൾ പഠിക്കാനുണ്ട്. 8ാം ക്ലാസ് മുതലൊക്കെ തന്നെ അവർക്കതിൻ്റെ പ്രാക്ടിക്കലൊക്കെ ചെയ്യണമെന്നൊക്കെയാണ്. അപ്പോൾ എങ്ങനെ ഞാറ് നടാം, എന്താണ് വയൽ, ചളിയിലിറങ്ങുക, അതിനെക്കുറിച്ചൊക്കെ കുട്ടികൾക്ക് പാഠങ്ങൾ പകർന്നു കൊടുക്കുന്ന രീതിയിൽ ജില്ലയിലെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നുള്ള കുട്ടികളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ വർഷം നാട്ടി സംഘടിപ്പിക്കുന്നത്. നമ്മൾ ഏകദേശം 500ഓളം കുട്ടികളെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നായി ഈ വർഷം പ്രതീക്ഷിക്കുന്നുണ്ട്. ഉദുമ ഗ്രാമപഞ്ചായത്ത് ജൈവവൈവിധ്യ പരിപാലന സമിതിയുടെ സഹായത്തോടെയുള്ള നാട്ടി കാർഷികോത്സവത്തിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട MLA CH കുഞ്ഞമ്പു അവർ രാവിലെ 9:30 നിർവഹിക്കും. നാട്ടി കൺവീനർ ജയപ്രകാശ്, പുലരി സെക്രട്ടറി സനൽകുമാർ, നാട്ടി വൈസ് ചെയർമാൻ രാജേഷ് കുമാർ, വിനോദ് മേൽപ്പുറം, മോഹനൻ K, വേണുഗോപാലൻ, കുമാരൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഷംസുൽ ഉലമ ഇസ്ലാമിക് അക്കാദമിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന അൽബിർ സ്കൂളുകളിലെയും ബിസ്മി ഇസ്ലാമിക് സ്കൂളിലെയും രക്ഷിതാക്കൾക്കായി സംഘടിപ്പിച്ച പാരന്റിംഗ് ക്ലാസ് ഏറ്റവും മികച്ച അനുഭവമായി മാറി. ഇതോടൊപ്പം പ്രൗഢമായ ചടങ്ങിൽ ബിസ്മി ഇസ്ലാമിക് സ്കൂൾ ക്ലാസ് ഉദ്ഘാടനവും നടന്നു. കളിച്ചുല്ലസിച്ച അവധിക്കാലമൊക്കെ കഴിഞ്ഞ് കുട്ടികൾ സ്കൂളിലേക്ക് പോയി തുടങ്ങിയിരിക്കുകയാണ്. വീടിന്റെ തണലിൽ നിന്നു മാറി വളർച്ചയുടെ അടുത്ത ഘട്ടത്തിലേക്കുള്ള ഈ യാത്രയിൽ രക്ഷിതാക്കൾക്ക് ആശങ്കകൾ ഏറെയുണ്ടാകും. ഈ ആശങ്കകൾ പരിഹരിക്കുന്നതിനായാണ് ഷംസുൽ ഉലമ ഇസ്ലാമിക് അക്കാദമിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന അൽബിർ സ്കൂളുകളിലെയും ബിസ്മി ഇസ്ലാമിക് സ്കൂളുകളിലെയും രക്ഷിതാക്കൾക്കായി പാരന്റിംഗ് ക്ലാസ് സംഘടിപ്പിച്ചത്. എല്ലാ അധ്യയന വർഷത്തിൻ്റെയും ആദ്യത്തിൽ നടത്തപ്പെടുന്ന പാരന്റിംഗ് ക്ലാസ് നെല്ലിക്കട്ട അൽ മദ്രസത്തുൽ മദനിയയിലാണ് സംഘടിപ്പിച്ചത്. ഇതോടൊപ്പം പുതുതായി നെല്ലിക്കട്ടയിൽ ആരംഭിച്ച ഷംസുൽ ഉലമ ഇസ്ലാമിക് അക്കാദമിയുടെ 5ാമത്തെ സ്ഥാപനത്തിൻ്റെയും ബിസ്മി ഇസ്ലാമിക് സ്കൂളിൻ്റെ ക്ലാസിൻ്റെ ഉദ്ഘാടനവും നടന്നു. പ്രൈമറി വിദ്യാർത്ഥി അബ്ദുള്ള CN ഖിറാഅത്ത് പാരായണം ചെയ്തു. അബ്ദുൽ നാസർ യമാനി പ്രാർത്ഥന നിർവഹിച്ചു. സ്കൂൾ കോർഡിനേറ്റർ ഹാഫിസ് മുഹമ്മദ് സവാദ് വാഫി സ്വാഗതം പറഞ്ഞു. ഷംസുൽ ഉലമ ഇസ്ലാമിക് അക്കാദമി ചെയർമാൻ A അബ്ദുള്ള കുഞ്ഞി അധ്യക്ഷത വഹിച്ചു. നെല്ലിക്കട്ട ഖത്തീബ് ഉസ്താദ് ഹംസത്തു സഹദി പരിപാടി ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസത്തിന്റെ കാര്യങ്ങൾ രക്ഷിതാക്കൾ, പ്രത്യേകിച്ച് ഉമ്മമാരൊന്നും സ്ഥലത്തുണ്ടാവില്ല, ഗൾഫിലായിരിക്കും അല്ലെങ്കിൽ എവിടെയെങ്കിലും ആയിരിക്കും. അപ്പൊ ഉമ്മമാര് കൈവിടാതെ കണ്ട് ആ കുട്ടികളെ മുന്നോട്ട് കൊണ്ടുവന്ന് ഈ പഠിപ്പിന്റെയും വിദ്യാഭ്യാസത്തിന്റെയും കാര്യം വേണ്ടതുപോലെ ആ കുട്ടികൾക്ക് കൊടുത്ത് അത് ഉപയോഗപ്പെടുത്തി സ്കൂളിനെയും ടീച്ചേഴ്സിനെയും മാഷുമാരെയും മാനേജ്മെന്റിനെയും സഹായിക്കുന്ന രൂപത്തിലായിട്ട് നമ്മളെ കുട്ടികൾക്ക് നല്ലൊരു ഭാവി കണ്ടെത്തണം. അതിന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. പാരന്റിംഗ് ക്ലാസ്സിന് പ്രശസ്ത ട്രെയിനറും മെന്റലിസ്റ്റ് വേൾഡ് റെക്കോർഡറുമായ മുഹമ്മദ് ഖാൻ മലപ്പുറം നേതൃത്വം നൽകി. മികച്ച പാരന്റിങ്ങിന്റെ തന്ത്രങ്ങളും വഴികളും വിവരിച്ച് രക്ഷിതാക്കളുടെ മനസ്സ് കീഴടക്കുന്ന രീതിയിലായിരുന്നു പാരന്റിംഗ് ക്ലാസ്. മികച്ച ഡ്രൈവറിനുള്ള ഉപഹാരം ബേർക്ക അൽബിർ സ്കൂൾ ഡ്രൈവർ ബഷീറിന് ജാബിർ ഹുദവി കൈമാറി. അടുത്ത വർഷത്തേക്കുള്ള അക്കാദമിയുടെ കീഴിൽ നടത്തപ്പെടുന്ന 5 അവാർഡുകളും പ്രഖ്യാപിച്ചു. ഉസ്താദ് ഇബ്രാഹിം അസ്ഹരി പള്ളങ്കോട്, അറക്ക അബ്ദുള്ള ഹാജി, താജു നെല്ലിക്കട്ട, അബ്ദുള്ള ശുക്രിയ, അഷ്റഫ് KD, ഷിംല ഖാദർ, ആഷിഖ് ഹുദവി തുടങ്ങിയവർ പരിപാടിക്ക് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. 5 സ്കൂളുകളിലെയും രക്ഷിതാക്കളും അധ്യാപകരും നാട്ടുകാരും പരിപാടിയിൽ പങ്കെടുത്തു. ആഷിഖ് ഹുദവി നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കേരള പ്രിന്റേഴ്സ് അസോസിയേഷൻ റൂബി ജൂബിലി ജില്ലാ സമ്മേളനം ഞായറാഴ്ച കാസർഗോഡ് നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേരള പ്രിന്റേഴ്സ് അസോസിയേഷൻ പ്രവർത്തന പഥത്തിൽ 4 പതിറ്റാണ്ട് പൂർത്തീകരിക്കുന്നതിന്റെ ഭാഗമായി റൂബി ജൂബിലി ജില്ലാ സമ്മേളനം ജൂൺ 29 ഞായറാഴ്ച കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിനടുത്തുള്ള RK മാളിൽ നടക്കും.
സംസ്ഥാന പ്രസിഡന്റ് വൈ വിജയൻ ഉദ്ഘാടനം നിർവഹിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. പരിപാടിയുടെ ഭാഗമായി വിദ്യാഭ്യാസ രംഗത്ത് ഉന്നത വിജയം നേടിയവരെയും അച്ചടി രംഗത്ത് 40 വർഷം പൂർത്തിയാക്കിയ ജില്ലയിലെ പ്രസ് ഉടമകളെയും ആദരിക്കുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. കാസർഗോഡ് ജില്ലാ സമ്മേളനം ഈ വരുന്ന ജൂൺ 29 ഞായറാഴ്ച പുതിയ ബസ് സ്റ്റാൻഡിനടുത്തുള്ള RK മാളിൽ നടക്കുകയാണ്. അപ്പോൾ ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനീയനായ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ വൈ വിജയൻ അവർകളാണ്. കൂടാതെ ഇതിൽ നമ്മുടെ ജില്ലാ നിരീക്ഷകനും സംസ്ഥാന വൈസ് പ്രസിഡൻറ്റുമായിട്ടുള്ള ശ്രീ TT ഉമ്മർ ഇതിൽ മുഖ്യാതിഥിയായി സംബന്ധിക്കുന്നുണ്ട്. അതിൽ ഒരുപാട് ജില്ലാ സംസ്ഥാന നേതാക്കൾ സംബന്ധിക്കുന്നുണ്ട്. സ്വാഗത സംഘം ചെയർമാൻ മുജീബ് അഹമ്മദ്, ജില്ലാ പ്രസിഡന്റ് TP അശോക് കുമാർ, ട്രഷറർ മൊയിനുദ്ദീൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് VB അജയ് കുമാർ, കാസർഗോഡ് മേഖലാ പ്രസിഡന്റ് സുധീഷ് C, ജിത്തു പനയാൽ, ശശി തൊട്ടിൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ലഹരി കളിക്കളങ്ങളോട് എന്ന സന്ദേശമുയർത്തി നാശമുക്ത് ഭാരത് അഭിയാൻ, ജില്ലാ പോലീസ്, സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പ്രൊജക്ട്, സാമൂഹ്യ നീതി വകുപ്പ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ SPC കേഡറ്റ് മിക്സഡ് 7 ഫുട്ബോൾ ടൂർണമെന്റ് കാഞ്ഞങ്ങാട് കൊവ്വൽപ്പള്ളി ജസ്റ്റ് ഫുട്ബോൾ ഗ്രൗണ്ടിൽ നടന്നു. കാഞ്ഞങ്ങാട് വിദ്യാഭ്യാസ ജില്ലയിലെ 15 SPC ടീമുകൾ മത്സരത്തിൽ പങ്കെടുത്തു. ലഹരി കളിക്കളങ്ങളോട് എന്ന സന്ദേശമുയർത്തി നാശമുക്ത് ഭാരത് അഭിയാൻ, ജില്ലാ പോലീസ്, സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പ്രൊജക്ട്, സാമൂഹ്യ നീതി വകുപ്പ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ നടത്തുന്ന SPC കേഡറ്റ് മിക്സഡ് 7 ഫുട്ബോൾ ടൂർണമെന്റ് കാഞ്ഞങ്ങാട് കൊവ്വൽപ്പള്ളി ജസ്റ്റ് ഫുഡ് സ്റ്റാൾ ഗ്രൗണ്ടിൽ നടന്നു. കാഞ്ഞങ്ങാട് വിദ്യാഭ്യാസ ജില്ലയിലെ 15 SPC ടീമുകൾ മത്സരത്തിൽ പങ്കെടുത്തു. കാഞ്ഞങ്ങാട് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും ആരംഭിച്ച ബോധവൽക്കരണ റാലിയും മാർച്ച് പാസ്റ്റും ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് എഡ്യൂക്കേഷൻ TV മധുസൂദനൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. ടർഫ് ഗ്രൗണ്ടിൽ നടന്ന ഉദ്ഘാടന മത്സരം ഹോസ്ദുർഗ് സബ് ഇൻസ്പെക്ടർ T അഖിൽ ഉദ്ഘാടനം ചെയ്തു. കളിക്കാരെ പരിചയപ്പെട്ടു. കോർ കമ്മിറ്റി കൺവീനർ C ഗോപികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ജനമൈത്രി അസിസ്റ്റന്റ് നോഡൽ ഓഫീസർ KPV രാജീവൻ, നാശമുക്ത് ഭാരത് അഭിയാൻ ജില്ലാ കോർഡിനേറ്റർ ചിത്തിര P എന്നിവർ സംസാരിച്ചു. ജനമൈത്രി ഓഫീസർ പ്രദീപൻ കോതോളി കേഡറ്റുകൾക്ക് ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. SPC അസിസ്റ്റന്റ് നോഡൽ ഓഫീസർ T തമ്പാൻ സ്വാഗതവും SPC പ്രൊജക്ട് കോർഡിനേറ്റർ ശ്യാം കൃഷ്ണൻ നന്ദിയും പറഞ്ഞു. ആദ്യ മത്സരത്തിൽ GHSS ഹോസ്ദുർഗും GHSS മാലോത്ത് കസബയും ഏറ്റുമുട്ടി. പരിപാടിയിൽ SPC ചുമതലയുള്ള കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർമാരും ഡ്രിൽ ഇൻസ്ട്രക്ടർമാരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി NCP കാസർഗോഡ് മുൻ ജില്ലാ പ്രസിഡന്റും ഔഷധി ഡയറക്ടറുമായിരുന്ന PP കുഞ്ഞിരാമൻ മാസ്റ്ററുടെ അനുസ്മരണ ഭാഗമായി NCP ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സെമിനാർ നടത്തി. തൃക്കരിപ്പൂർ KMK ഓഡിറ്റോറിയത്തിൽ നടന്ന സെമിനാർ NCP സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ ദേശീയത നേരിടുന്ന വെല്ലുവിളികൾ എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച സെമിനാറിൽ വിവിധ രാഷ്ട്രീയ സംഘടനാ ഭാരവാഹികൾ ചർച്ചയിൽ പങ്കെടുത്ത് വീക്ഷണകോണുകൾ അവതരിപ്പിച്ചു. ഒരു രാഷ്ട്രത്തിൻ്റെ മാത്രം ഒരു ദേശീയതയെക്കുറിച്ച്, ഒരു പ്രദേശത്തിൻ്റെതായ ഒരു പ്രദേശം ഒരു ദേശീയതമായി ചിത്രീകരിച്ചുകൊണ്ട് നമുക്ക് ഈ ആധുനിക ലോകത്ത് ജീവിക്കാൻ കഴിയില്ല എന്നത് തന്നെയാണ്. ഇന്ത്യൻ ദേശീയത നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി തീവ്ര ദേശീയവാദമാണ്. നിങ്ങളെല്ലാവരും, എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. അതായത് കഴിഞ്ഞ യുദ്ധം ഒരു ക്രിക്കറ്റ് കളി പോലെ കാണുകയും ആ യുദ്ധത്തിന്റെ വിജയപരാജയങ്ങൾ ജയഘോഷങ്ങളായി കൊണ്ടു നടക്കുകയും ചെയ്യുന്ന ഒരു ജനത, അത് ഏത് രാജ്യത്തിന്റെ ദേശീയബോധത്തിന്റെ അടിസ്ഥാനത്തിലായാലും ആ ദേശീയബോധം അപകടകരമായ ഫാസിസത്തിന്റെ രാഷ്ട്രീയ ദിശാബോധത്തിലേക്ക് നയിക്കും എന്ന് നിങ്ങൾ മനസ്സിലാക്കും. സെമിനാറിൽ NCP ജില്ലാ പ്രസിഡന്റ് കരീം ചന്ദേര അധ്യക്ഷത വഹിച്ചു. RJD സംസ്ഥാന ജനറൽ സെക്രട്ടറി സലീം മടവൂർ, അഡ്വക്കേറ്റ് P നാരായണൻ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. NCP സംസ്ഥാന സെക്രട്ടറി C ബാലൻ, ജില്ലാ സെക്രട്ടറി T നാരായണൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. നേരത്തെ നടന്ന PP കുഞ്ഞിരാമൻ മാസ്റ്റർ അനുസ്മരണ സമ്മേളനം NCP സംസ്ഥാന ജനറൽ സെക്രട്ടറി PK രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. അഖിലേന്ത്യാ പണിമുടക്ക് വിജയിപ്പിക്കണമെന്ന ആവശ്യം കേരള NGO യൂണിയൻ ഹോസ്ദുർഗ് ഏരിയ ജനറൽ ബോഡി യോഗം നടന്നു. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ തൊഴിലാളി ദ്രോഹ നയങ്ങളെന്നാരോപിച്ചാണ് ജൂലൈ 9 കേന്ദ്ര ട്രേഡ് യൂണിയനുകളും സ്വതന്ത്ര ഫെഡറേഷനുകളും സർവീസ് സംഘടനകളും സംഘടിപ്പിക്കുന്ന അഖിലേന്ത്യാ പണിമുടക്ക് വിജയിപ്പിക്കാൻ മുഴുവൻ ജീവനക്കാരും മുന്നിട്ടിറങ്ങണമെന്ന് കേരള NGO യൂണിയൻ ഹോസ്ദുർഗ് ഏരിയ ജനറൽ ബോഡി യോഗത്തിലൂടെ ആവശ്യപ്പെട്ടത്.
സംസ്ഥാന കമ്മിറ്റി അംഗം കെ ഭാനുപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് പി വി രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി ടി വി ഹേമലത റിപ്പോർട്ട് അവതരിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വർക്കാടിയിൽ അമ്മയെ മകൻ തീ കൊളുത്തി കൊന്ന സംഭവത്തിൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്ത്. പ്രതിയെ കൃത്യത്തിലേക്ക് നയിച്ചത് വീടും സ്ഥലവും പണയം വയ്ക്കുവാൻ സമ്മതിക്കാത്തതിന്റെ വൈരാഗ്യം. കാസർഗോഡ് CPM ബ്രാഞ്ച് സെക്രട്ടറിയും മുൻ ബ്രാഞ്ച് സെക്രട്ടറിയും കോൺഗ്രസിൽ ചേർന്നു. നജിമുള്ള ഷേണി, സിദ്ദിഖ് ഷേണി എന്നിവരാണ് കോൺഗ്രസിൽ ചേർന്നത്. സംയുക്ത ട്രേഡ് യൂണിയൻ വടക്കൻ മേഖലാ ജാഥയ്ക്ക് കാസർഗോഡ് നിന്നും തുടക്കമായി. AITUC സംസ്ഥാന സെക്രട്ടറി KP രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. നാട്ടി കാർഷികോത്സവം ജൂൺ 28, 29 തീയതികളിലായി മുതിയക്കൽ പാടത്ത് നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായി. മഞ്ചേശ്വരത്ത് വിനോദസഞ്ചാരികൾക്കായി നിർമ്മിക്കുന്ന വിശ്രമ കേന്ദ്രം കടലെടുത്തു. വെള്ളത്തിലായത് 1,15,00,000 രൂപ മുതൽ മുടക്കിലുള്ള പദ്ധതി. കേരള പ്രിന്റേഴ്സ് അസോസിയേഷൻ റൂബി ജൂബിലി ജില്ലാ സമ്മേളനം ഞായറാഴ്ച കാസർഗോഡ് നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായി. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.